ഈ അമ്പലങ്ങളിൽ പോകുന്ന ആളുകൾ അനുഭവിക്കുന്നൊരു ബുദ്ധിമുട്ടാണ്. ഈ ഷർട്ട് ഊരിയിട്ടേ കയറാൻ പറ്റുള്ളൂ. പല ക്ഷേത്രങ്ങളിലും ഇല്ല. അപ്പോൾ നമ്മുടെ പാവക്കുളത്ത് വിശ്വ ഹിന്ദു പരിഷത്ത് നടത്തുന്ന ക്ഷേത്രങ്ങളിൽ അവിടെയൊന്നും ഷർട്ട് ഊരണ്ട. എന്നാൽ ഭൂരിപക്ഷം അമ്പലങ്ങളിലും ഷർട്ട് ഊരണം. ഇതെന്താ വ്യത്യാസമെന്ന് കുറേ കാലമായിട്ട് ഞാൻ ആലോചിക്കാറുണ്ട്. അപ്പോഴാണ് തൃശ്ശൂരിൽ ചേർന്ന സന്യാസിമാരുടെ മഹാസംഗമത്തിൽ ക്ഷേത്രങ്ങളിൽ കയറുമ്പോൾ ഷർട്ട് ഊരണം എന്നുള്ള വ്യവസ്ഥ മാറ്റണമെന്ന് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിന് പുറത്ത് ഇങ്ങനൊരു സിസ്റ്റം ഇല്ല. ഇതെന്തായിരിക്കും കാരണം? അല്ല, ഞാൻ സന്യാസിമാരുടെ സമ്മേളനത്തിലെ പത്ര റിപ്പോർട്ട് ഞാനും കണ്ടു. അതിൽ മേൽവസ്ത്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഷർട്ട് എന്നല്ല. അപ്പോൾ ഷോളോ ഒക്കെ ആവാം. ഷോള് അത് പാടില്ല എന്നല്ല അവർ പറയുന്നത്, അല്ലെങ്കിൽ അത് വേണം എന്ന്. എനിക്ക് ആ വാർത്തയിൽ നിന്ന് കൃത്യം ഐഡിയ കിട്ടിയില്ല. ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. എല്ലാവരും ഫേസ്ബുക്കിൽ അവിടെ ഇവിടെയൊക്കെ എഴുതി വയ്ക്കുന്നത് ഞാൻ കണ്ടു. ഷർട്ട് ഊരുന്ന പതിവ് നിർത്തണം എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെയല്ല. പക്ഷേ പത്ര റിപ്പോർട്ടിൽ ഞാൻ കണ്ടത് മേൽവസ്ത്രം ഊരുന്ന സമ്പ്രദായം അവസാനിപ്പിക്കണം. മേൽവസ്ത്രം ഊരുന്ന സമ്പ്രദായം ഒരു അമ്പലത്തിലും ഇല്ലതാണ്. ഈ പൊതച്ചുകൊണ്ട് നേരിയത് പൊതച്ച് അമ്പലത്തിൽ കയറാൻ കുഴപ്പമില്ല. അങ്ങനെയാണല്ലോ ഷർട്ട് ഊരി കഴിഞ്ഞ് കയറുന്നത്. എന്തുവായിക്കോട്ടെ, ഇനി ഷർട്ടാണെന്ന് തന്നെ വയ്ക്കുക. അതവർ പറഞ്ഞു തരുന്ന നല്ല കാര്യമാണ്, നല്ല സജഷനാണ്. കാരണം ഈ പുരുഷന്മാർ ഷർട്ട് ഊരി കഴിഞ്ഞാൽ പല പുരുഷന്മാരും മഹാവൃത്തികേടാണ് കാണാൻ, അശ്ലീലമാണ്. പല പുരുഷന്മാരും ഷർട്ട് ഊരി അമ്പലത്തിൽ നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് തന്നെ ഫ്രീ ആയിട്ട് അയാൾക്കൊരു ബ്രേസിയർ മേടിച്ച് കൊടുക്കാൻ തോന്നാറുണ്ട്. അങ്ങനെ അയാളുടെ ശരീരപ്രകൃതിയാണ്. ബോഡി ഷെയ്മിങ് എന്നൊക്കെ പറഞ്ഞ് തന്നെ തരാൻ വരരുത്. ഇത് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നുന്നു ഒരെണ്ണം ഇയാൾക്ക് മേടിച്ച് കൊടുത്തേക്കാം, അതെങ്കിലും ഇട്ടുകൊണ്ട് നടക്കട്ടെ, വലിയ വയറും ഒക്കെ ആയിട്ട്. ഇതിൻ്റെ മറ്റേ എക്സ്ട്രീം ഉണ്ട്, എന്നെപ്പോലെ എല്ലും തോലും ഒക്കെ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ഞെട്ടിപ്പോകുന്ന, ഇയാളിപ്പോൾ ചത്തുപോകുകയോ ഒടിഞ്ഞു പോവുകയോ വല്ലതും ചെയ്യും എന്ന് ഭയപ്പെടുന്ന ശരീരപ്രകൃതികൾ. ഇതൊന്നും അത്ര ഒരു നല്ല കാര്യമല്ല. ഇത് പണ്ട് ഉണ്ടായതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് നമുക്ക് ഷർട്ടേ ഇല്ല. ഈ നമ്മുടെ കേരളീയ വേഷം എന്ന് പറഞ്ഞിട്ട് മുണ്ടും ജുബയും ഇപ്പോൾ ഓണത്തിനൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കാറുണ്ട്. അത് കേരളീയ വേഷമൊന്നും അല്ല. മുണ്ട് കേരളത്തിൻ്റെ ആണെന്ന് നമുക്കറിയാം. ബേസിക്കലി മുണ്ട് തമിഴ്നാടിൻ്റെയാണ്. കേരളത്തിൻ്റെ തോർത്താണ്. നിങ്ങൾ നാരായണ ഗുരുവിനെ നോക്ക്, ചട്ടമ്പി സ്വാമികളെ നോക്ക്, വലിയ തോർത്താണ് എടുക്കുന്നത്. പണ്ട് എൻ്റെ അച്ഛൻ വീട്ടിലും പറമ്പിലും ഒക്കെ തോർത്തെടുത്താണ് നടന്നത്. അതിലൊരു അപാകത, കാരണം എല്ലാവരും തോർത്താണ് കൊടുക്കുന്നത്. അല്ലാതെ എൻ്റെ അച്ഛൻ മഹാത്മാഗാന്ധി ആയതുകൊണ്ട് തോർത്തെടുത്തതൊന്നുമല്ല. എല്ലാവരും തോർത്താണ് കൊടുക്കുന്നത്. എൻ്റെ അച്ഛനും തോർത്തെടുത്തു. ഇത് 70കളിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. 80കളൊക്കെ ആയപ്പോഴാണ് എൻ്റെ അച്ഛൻ ഒരു ഒറ്റമുണ്ട് ഉടുക്കാൻ തുടങ്ങിയത്. ഒറ്റമുണ്ട് ഉടുത്ത് തീരുന്നതിന് മുമ്പേ അത് മടക്കി കുത്തും. കാരണം കാല് വരെ എത്തുന്നതൊക്കെ അതൊരു വേണ്ട ഇതാണ്. ഒരുപാട് പേര് ഈ തോർത്തുടുത്തിട്ട് മുണ്ട് തലയിൽ കെട്ടും. അതെന്തിനാണെന്ന് എനിക്കറിയാൻ പറ്റില്ല. അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ട്. തോർത്തുടുക്കും, മുണ്ട് തലയിൽ കെട്ടിയിരിക്കും. നേരെ തിരിച്ചല്ലേ? പക്ഷേ അങ്ങനെയാണ് ഗ്രാമപ്രദേശത്ത് ചെയ്തുകൊണ്ടിരുന്നത്. മുണ്ടുടുക്കുന്നത് പുറത്തെവിടെയെങ്കിലും പോകാൻ നേരത്താണ്. മുണ്ടും ഒരു ഷർട്ടും ഉണ്ടാവും, ഒരേ ഒരു ഷർട്ട്. ആ ഷർട്ട് ഒരു പകുതി വഴിയൊക്കെ ബസ് കയറാൻ 2-3 കിലോമീറ്റർ നടക്കണം. ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും വെച്ചായിരിക്കും ഈ ഷർട്ട് ഇടുന്നത്. അതുപോലെ ബസ് ഇറങ്ങി തിരിച്ചു വരുന്ന വഴിക്ക് വെച്ച് തന്നെ ഈ ഷർട്ട് ഒരു തോളത്തിടും. അത്രയ്ക്ക് ഒരു അനാവശ്യമായൊരു സാധനമായിരുന്നു ഷർട്ട്. നമ്മുടെ കാലാവസ്ഥ ഉണ്ടല്ലോ, ഹ്യൂമിഡിറ്റി കൂടുതലാണ്, വിയർക്കും. അതുകൊണ്ട് ശരീരത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരു വസ്ത്രം ബുദ്ധിമുട്ടാണ്. പെണ്ണുങ്ങൾക്ക് പിന്നെ നിവൃത്തികേട് കൊണ്ട് അവർ ചെയ്തുകൊണ്ടിരുന്നു. അത് രാജകുടുംബത്തിലെ സ്ത്രീകൾ പോലും അവർക്ക് ബ്ലൗസോ ഷർട്ടോ ഒന്നും തയ്ക്കാൻ പറ്റാഞ്ഞിട്ടൊന്നുമല്ല. അവർ പോലും ഉടുക്കുന്ന മുണ്ടിങ്ങനെ നെഞ്ചത്ത് കയറ്റി ഉടുത്താണ് പഴയ ചിത്രങ്ങൾ കാണാം. പഴയ ചിത്രങ്ങൾ. മറ്റ് ചില ജാതികൾ മറയ്ക്കാറേയില്ല. അത് വലിയൊരു കാര്യമായിട്ട് തോന്നിയിട്ടുമില്ല. എൻ്റെ ഒരു 80കൾ വരെയൊക്കെ എൻ്റെ അനുഭവം, എൻ്റെ ഗ്രാമത്തിൽ ഇഷ്ടം പോലെ മാറുമറയ്ക്കാത്ത വയസ്സായ സ്ത്രീകളുണ്ടായിരുന്നു. ചെറുപ്പക്കാരികളല്ല, വയസ്സായവർ. ഒരു പ്രത്യേക വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവർ മാറൊന്നും മറയ്ക്കാൻ, ഇത് കണ്ടാലെന്താ കണ്ടില്ലെങ്കിലെന്താ പോടാന്നുള്ള മട്ടിലാണ് അവരുടെ പെരുമാറ്റം. അതൊരു അസ്വാഭാവികമായിട്ട് എൻ്റെ ഗ്രാമത്തിലല്ല, ഇപ്പോൾ ആ ചേർത്തല മുഴുവൻ അങ്ങനെയായിരുന്നു. അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് ആരും കരുതിയിരുന്നില്ല. പക്ഷേ
വേഷം ഇങ്ങനെ മാറി മാറി വരുന്നു. അപ്പോൾ പൊതുവേ ആളുകൾ ഉപയോഗിക്കുന്ന വേഷം അത് അമ്പലത്തിലും ഉപയോഗിക്കാൻ അനുവാദം കൊടുക്കണം. അതാണ് അതിൻ്റെ ഒരു ചിട്ട. സത്യത്തിൽ അമ്പലങ്ങളിൽ നിങ്ങൾ നോക്കൂ, നേരത്തെ കറണ്ട് ഉണ്ടായിരുന്നില്ല, പിന്നെ കറണ്ട് വന്നില്ലേ, പമ്പ് വെച്ചില്ലേ, പൈപ്പ് വെച്ചില്ലേ, സ്റ്റീൽ പാത്രങ്ങൾ അമ്പലത്തിനുള്ളിൽ എടുത്തില്ലേ. അപ്പോൾ ഇതൊക്കെ ചെയ്യാമെങ്കിൽ കാലത്തിനനുസരിച്ചുള്ള മാറ്റം മനുഷ്യരുടെ വേഷത്തിലും കൊടുക്കണ്ടേ. ഗുരുവായൂർ ചുരിദാർ അംഗീകരിച്ചു, കാരണം എല്ലാവരും ചുരിദാർ ധരിക്കുന്നു, അശ്ലീല വേഷമൊന്നുമില്ല, പിന്നെന്താ അതിൽ ഇത്ര വലിയ കാര്യം. പക്ഷെ അവിടെ മുണ്ട് തന്നെ വേണം. അതത്ര നല്ല കാര്യമല്ല. അതൊരു ഈ ഇവർ ഈ സ്യൂഡോ സയൻസ് വെച്ച് ഇതിനെ ന്യായീകരിക്കുകയൊക്കെ ചെയ്യും. ആഭരണി, വിക്ഷേപണി, പ്രക്ഷേപണി എന്നൊക്കെ പറഞ്ഞിട്ട് അത് നെഞ്ചിൽ നേരിട്ട് ദൈവചൈതന്യം നെഞ്ചിൽ കൊള്ളണം, അങ്ങനെയൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. അതിനാണ് ഷർട്ട് ഊരുന്നത്. ഈ എന്ത് സാധനത്തിനും നമുക്ക് വളച്ചു ചുറ്റി ഒരു ന്യായമൊക്കെ. അല്ല, അപ്പോൾ ചോദ്യം വരും, ഈ സ്ത്രീകൾക്ക് ദേവചൈതന്യം നെഞ്ചിൽ കൊള്ളണ്ടേ? അല്ല, അവർ സ്ത്രീകളായതുകൊണ്ട് അവരുടെ ചൈതന്യം വേറെ ഇതിലൂടെയാണ് കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ്. സി, എനിത്തിങ് ക്യാൻ ബി ജസ്റ്റിഫൈഡ്. വായിൽ നാക്കുണ്ടെങ്കിൽ എന്തിനാണ് ന്യായീകരിക്കാൻ പറ്റാത്തത്? ഞാൻ പറയുന്ന ഒരു ലാൻഡ്മാർക്ക് നമ്മളുടെ പോയിൻ്റായിരുന്നു 1936 ക്ഷേത്രപ്രവേശന വിളംബരം. ആ ക്ഷേത്രപ്രവേശനം കൊടുക്കാതിരിക്കാനായിട്ട് എത്രയെല്ലാം ന്യായങ്ങൾ എഴുതി വെച്ചെന്നറിയാം. ഈ പലരും ധരിക്കുന്നത് ഈ ഒരു നരേറ്റീവ് ഉണ്ട്. CP രാമസ്വാമി അയ്യർ 1936 ദിവാനായിട്ട് വന്നു. പുള്ളി നോക്കിക്കഴിഞ്ഞപ്പോൾ താഴ്ന്ന ജാതിക്കാർക്ക് അമ്പലത്തിൽ പ്രവേശനമില്ല, അവരെല്ലാം മതം മാറി ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ ആകും. ഉടനെ പുള്ളി രാജാവിനോട് പറഞ്ഞു, ക്ഷേത്രപ്രവേശന വിളംബരം ഇറക്കുക. രാജാവൻ ഇറക്കി. ഇതാണ് പൊതുവേ ധരിച്ചു വെച്ചിരിക്കുന്ന ആൾക്കാർ. അതുകൊണ്ട് CPക്ക് നന്ദി, അങ്ങനെയൊന്നുമല്ല. ഈ സാധനം 1934 തുടങ്ങിയതാണ്. തിരുവിതാംകൂർ രാജകുടുംബം ഒരു ഗസറ്റ് വിജ്ഞാപനം ഇറക്കി. അതിലൊരു 10-24 ചോദ്യങ്ങളുണ്ടായിരുന്നു. അവർണർ എന്ന് വിളിക്കപ്പെടുന്നവർക്ക് ക്ഷേത്രപ്രവേശനം കൊടുക്കണോ, കൊടുക്കണ്ടെങ്കിൽ അതിൻ്റെ ന്യായങ്ങൾ എന്ത്, ഇങ്ങനെ 10-24 ചോദ്യങ്ങളോ മറ്റും ഉണ്ടായിരുന്നു. അത് ഗസറ്റിൽ പരസ്യം ചെയ്തു. അതുകൂടാതെ തിരുവിതാംകൂറിലെ എല്ലാ തന്ത്രിമാർ, ഊരാളന്മാർ, ഇവർക്കൊക്കെ നേരിട്ട് അയച്ചു കൊടുത്തു. ഗസറ്റ് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് പരാതി ഉണ്ടാവരും. ഇത് കൂടാതെ 9 പേരുടെ ഒരു കമ്മീഷനെ വെച്ചു. നിസ്സാരക്കാരല്ല, ഉള്ളൂർ എസ് പരമേശ്വരയ്യരടക്കമുള്ള 9 പേരുടെ കമ്മീഷനെ വെച്ചു. കമ്മീഷൻ 22 സ്ഥലങ്ങളിൽ സിറ്റിംഗ് നടത്തി തെളിവെടുത്തു. അത്രയും വലിയ പ്രക്രിയയായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിൽ കമ്മീഷൻ പറഞ്ഞു 3 സൊല്യൂഷനുണ്ട് ഈ കാര്യത്തിന്. ഇപ്പോൾ അവർണർ നിർമ്മിച്ച ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രപ്രവേശനം കിട്ടാഞ്ഞിട്ട് അവർണർ ക്ഷേത്രങ്ങളില്ലാതെ അലയുന്നതായിരുന്നില്ല. അവർക്കും നാരായണ ഗുരു അടക്കം വമ്പന്മാരവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അവർണർ എന്ന് വിളിക്കുന്നത് പോയി പണിനോക്കടാമൻ്റെ അമ്പലത്തിനോട് ഞാൻ നിനക്ക് അമ്പലം വെച്ച് തരാം എന്ന് പറഞ്ഞ ആൾക്കാർ. അങ്ങനെ അവർണരുടെ ക്ഷേത്രമുണ്ട്, സവർണരുടെ ക്ഷേത്രമുണ്ട്. ഒന്നുകിൽ എല്ലാവർക്കും എല്ലാ ക്ഷേത്രത്തിലും കയറാം എന്ന് രാജാവ് വിളംബരം പുറപ്പെടുവിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ക്ഷേത്രങ്ങളുണ്ടല്ലോ അവർണരെ കയറ്റാത്തത്, അത്രയും തന്നെ ക്ഷേത്രങ്ങളുണ്ടാക്കിയിട്ട് അവർണർക്ക് കൊടുക്കുക. അതല്ലെങ്കിൽ അത്രയും തന്നെ ക്ഷേത്രങ്ങളുണ്ടാക്കിയിട്ട് ആ ക്ഷേത്രങ്ങളിൽ മാത്രം എല്ലാവർക്കും പ്രവേശനം കൊടുക്കുക. ഇത് സവർണരുടെ മാത്രമായിട്ട് നിലനിർത്തുക. ഇങ്ങനെ 3 ഓപ്ഷൻ കൊടുത്തു. രാജാവ് അതിൽ നിന്ന് ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തു. എല്ലാവർക്കും എല്ലാ ക്ഷേത്രത്തിലും. അല്ലാതെ ഇത്രയും ക്ഷേത്രം രണ്ടാമത് ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം പോലെ വേറൊരു ക്ഷേത്രം ചെങ്ങന്നൂർ തന്നെ ഉണ്ടാക്കി ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളി എല്ലാവർക്കും ക്ഷേത്രപ്രവേശനം കൊടുത്തു. സോ ദർ വാസ് എ കൺസെൻസസ് വാസ് ബിൽറ്റ്. അപ്പോൾ അതിൽ ഈ ഒരുപാട് ഊരാളന്മാരും തന്ത്രിമാരും എതിരഭിപ്രായമാണ് പ്രകടിപ്പിച്ചത്. ഈ എതിരഭിപ്രായങ്ങളെല്ലാം ചേർത്തിട്ട് മഹദഭിപ്രായങ്ങൾ എന്ന് പറഞ്ഞ് അങ്കമാലിയിൽ നിന്ന് അവർ ക്രോഡീകരിച്ചിറക്കിയ പുസ്തകമുണ്ട്, അവരുടെ അഭിപ്രായങ്ങൾ. അതിനകത്ത് 1-2 പേര് മാത്രമേ അവർണർക്ക് പ്രവേശനം കൊടുക്കണം എന്ന് പറയുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം കൊടുക്കരുതെന്നുള്ളതിന് വിശ്വസിക്കാൻ പറ്റുമോ? കഠോപനിഷത്ത്, തൈത്തീരിയോപനിഷത്ത്, വേദങ്ങൾ, സകല സാധനവും കുഴുക്കാട്ട് പച്ച അടക്കം ഒരുപാട് ന്യായങ്ങൾ നിരത്തിയാണ് അവർ പറയുന്നത്. അപ്പം ഇങ്ങനെ ഈ എന്ത് കാര്യത്തിനും നിങ്ങൾക്കൊരു ന്യായം കണ്ടുപിടിക്കാൻ പറ്റും.
ഈ നമ്മുടെ ഒരു സൈഡ് സ്റ്റോറി പറഞ്ഞാൽ വി ആർ കൃഷ്ണയ്യർക്ക് പത്മഭൂഷൺ കൊടുത്തു അടൽജിയുടെ കാലത്താണ്. ഇപ്പോൾ വി ആർ കൃഷ്ണയ്യരോട് പല രീതിയിൽ എതിരഭിപ്രായമുള്ള RSSകാരുണ്ട്. അവർ വല്ലാതെ ക്ഷോഭിച്ച് സംസാരിച്ചു. അന്ന് ഞാൻ വിചാരകേന്ദ്രത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു മീറ്റിംഗ് തുടങ്ങാനിരിക്കുന്നു. അതിൽ പരമേശ്വർജിയാണ് അധ്യക്ഷൻ. അദ്ദേഹം വന്നിട്ടില്ല. അതിനു മുമ്പാണ് ഈ ബഹളം നടക്കുന്നത്. അപ്പോൾ ബഹളം നടക്കുമ്പോൾ ഇദ്ദേഹം കയറി വന്നു. എല്ലാവരും സൈലൻ്റായി. അതിന് ചോദിച്ചു, എന്താ ഇവിടെ ബഹളം? അപ്പോൾ ഞാൻ പറഞ്ഞു, പരമേശ്വർജി ഇങ്ങനെയാണ് ഇദ്ദേഹത്തിന് വി ആർ കൃഷ്ണയ്യർക്ക് കൊടുത്തതിലുള്ള പ്രതിഷേധമാണ്. അപ്പോൾ പരമേശ്വർജി പറഞ്ഞു, ശരി എന്തുമായിക്കോട്ടെ, നമ്മളതിൻ്റെ ന്യായം നോക്കണ്ട. വി ആർ കൃഷ്ണയ്യർ നിങ്ങളിൽ പലരും വാദിക്കുന്നത് പോലെ അനർഹനാണ്, തല്ലിപ്പൊളിയാണ് എന്ന് തന്നെ വയ്ക്കുക. അപ്പോൾ പോലും അടൽജി ചെയ്തതിൽ യാതൊരു തെറ്റുമില്ല. കാരണം സംസ്കൃതത്തിലൊരു ശ്ലോകമുണ്ട്, ദുർജനം പ്രഥമം വന്ദേ. ദുർജനങ്ങളെ വേണം ആദ്യം വന്ദിക്കാൻ, സജ്ജനം തദനന്തരം. നമ്മൾ ഈ സദ്യക്കൊക്കെ വിളമ്പഴും ഈ പിള്ളേർക്ക് അല്ലെങ്കിൽ നേരത്തെ പോകാനുള്ളവർക്ക് അക്ഷമരായിട്ടുള്ള ആൾക്ക് അവർക്ക് വേഗം കൊടുക്കുക, അല്ലെങ്കിൽ വഴക്കുണ്ടാക്കും. ഇതാണ് ദുർജനം പ്രഥമം വന്ദേ. അപ്പോൾ സജ്ജനം തദനന്തരം ഓർമ്മ പിന്നെ കൊടുത്താൽ മതി. അപ്പോൾ ആരും ഒന്നും മിണ്ടിയില്ല. അപ്പം ഞാൻ മാത്രം ആകാശത്തേക്ക് നോക്കി പറഞ്ഞു, എന്ത് കാര്യത്തിനും സംസ്കൃതത്തിലൊരു ശ്ലോകമുണ്ട്. എന്ത് കാര്യത്തിൽ സുനിൽ എന്ത് പോക്കൃത്തരം വേണമെങ്കിലും ചെയ്തോ അത് ഞാൻ സംസ്കൃത ശ്ലോകം വെച്ച് ന്യായീകരിക്കാം. ഇതാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇപ്പോൾ ക്ഷേത്രത്തിൽ ഷർട്ടിടാതെ വേണം കയറാനെന്നുള്ളതിന് കുറഞ്ഞത് ഒരു 150 സംസ്കൃത ശ്ലോകം എവിടെ നിന്നെങ്കിലും തപ്പിക്കഴിഞ്ഞാൽ കിട്ടും. LTG പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആശ്ചര്യപ്പെട്ടതെന്നറിയോ, അതായത് ഒരു രാജഭരണകാലത്ത് ക്ഷേത്രപ്രവേശന വിളംബരം രാജാവിനങ്ങ് കൽപ്പിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ അതുപോലും ഇത്രയും വലിയൊരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് വന്നതെന്ന് കരുതുമ്പോൾ വലിയ ആശ്ചര്യം. നമ്മുടെ ജനാധിപത്യ കാലത്ത് പോലും നടക്കുന്നില്ല. ഞാൻ പെട്ടെന്ന് ശബരിമല വിധിയാണ് പറഞ്ഞത്. ഒരു വിധി വന്നു, പിറ്റേ ദിവസം ആരോടും ആലോചിക്കാതെ നടപ്പാക്കാൻ പോയൊരു സർക്കാർ നമുക്ക് കേരളത്തിലുണ്ട്. അല്ല, സർപ്രൈസിംഗ്ലി സർക്കാർ ആദ്യം കൊടുത്ത അഫിഡാവിറ്റ് ഉണ്ടല്ലോ, ആ അഫിഡാവിറ്റ് അന്ന് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാണ്. അതിൽ പറഞ്ഞിരുന്നു, ഒരു കമ്മീഷനെ വെച്ചിട്ട് പൊതുജനങ്ങളുടെ അഭിപ്രായം അറിഞ്ഞിട്ട് അതനുസരിച്ച് ചെയ്യാം, സർക്കാരിന് ഇതിൽ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല എന്ന് അച്യുതാനന്ദൻ്റെ സർക്കാർ കൊടുത്തിരുന്നു. അത് പിൻവലിച്ച് ഇവർ ഇത് സംഭവിച്ചതെന്ന് വെച്ചാൽ അച്യുതാനന്ദൻ ഒരു സത്യവാങ്മൂലം കൊടുത്തു, അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടി കൊടുത്തു, അത് കഴിഞ്ഞ് പിണറായി വിജയൻ കൊടുത്തു. അന്ന് സുപ്രീം കോടതി കമൻ്റ് അടിക്കുകയും ചെയ്തു, ഇതെന്താ നിങ്ങളുടെ അഭിപ്രായം മാറി മാറി വരുന്നത്? സുപ്രീം കോടതിയിൽ കൊടുക്കുന്ന സത്യവാങ്മൂലം പരസ്പര വിരുദ്ധമായിട്ട് ഒരാൾ കൊടുക്കുന്നു, അതിന് വിരുദ്ധമായിട്ട് ഉമ്മൻചാണ്ടി കൊടുക്കുന്നു, അതിന് വിരുദ്ധമായിട്ട് പിണറായി വിജയൻ കൊടുക്കുന്നു. പിണറായി വിജയൻ്റെ സത്യവാങ്മൂലത്തിൽ ഒറിജിനലി അച്യുതാനന്ദൻ പറഞ്ഞ കാര്യം ഇല്ലതാണ്. അച്യുതാനന്ദൻ പബ്ലിക് ഒപ്പീനിയൻ എടുക്കണമെന്നെങ്കിലും പറഞ്ഞു. പിണറായി പറഞ്ഞു, ഒരു പബ്ലിക് ഒപ്പീനിയനും വേണ്ട, ഇത് ഇപ്പം തുറന്നു കൊടുക്കണം സ്ത്രീകൾക്കെന്നാണ് പിണറായി വിജയൻ്റെ. അതെ, അപ്പം അത് നോട്ട് ചെയ്തു സുപ്രീം കോടതി. രാജാവ് കാണിച്ച മാന്യത പോലും അത് സുപ്രീം കോടതിയും അത് ചെയ്തില്ല. സുപ്രീം കോടതിക്കും അത് ചെയ്യാമായിരുന്നു, അവർ ചെയ്തില്ല. പബ്ലിക് ഒപ്പീനിയൻ്റെ ആവശ്യമൊന്നുമില്ല. പബ്ലിക് പൊതുവെ ഫൂൾസ് ആണെന്നാണ് ഇപ്പോഴത്തെ സുപ്രീം കോടതിയിലൊരു നിഗമനം. പൊട്ടന്മാരാണ്, അവർക്ക് എന്തറിയാം എന്നുള്ളത്. ഇനി അതിരിക്കട്ടെ, ഈ കാര്യത്തിൽ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ഗുരുവായൂർ ദിവസം ഇത് ചെയ്തിരുന്നു കേട്ടോ. ഗുരുവായൂരിൽ ചുരിദാറിട്ട് കയറാമോ എന്ന് ഒരു ചോദ്യം വെച്ചാൽ, ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ ആൾക്കാർ ബസ്സിന് വരും, ടൂറിസ്റ്റ് ബസ്സിന് വന്ന് ഗുരുവായൂർ വരുമ്പോഴാണ് ചുരിദാറിട്ട് കാണാൻ വയ്യ. എന്ത് ചെയ്യുമോ അവർ? ആ സമയത്തേക്ക് സാരി വാങ്ങിച്ചു കൊടുക്കുക, ചെറുപ്പക്കാരികൾക്ക് സാരി ഉടുക്കാൻ അറിഞ്ഞുകൂടാ, അവസാനം ഒരു ചരടൊക്കെ ഇട്ട് കെട്ടി വെച്ചിട്ട് വികൃത വേഷത്തിൽ ഒരു കണക്കിന് കയറി തൊഴുക, ആകെ പ്രശ്നം. ഇത് ഗുരുവായൂർ ദേവസ്വം കമ്മിറ്റി ഇത് ആലോചിച്ചിട്ട് എല്ലാവരെയും വിളിപ്പിച്ചു. NSS, SNDP, ഹിന്ദു സകല ഹിന്ദു സംഘടനകളെയും, 150 ഹിന്ദു സംഘടനകൾ, 150 പേരെയും വിളിക്കുക. 2-3 മാസം കൊണ്ട് ആ പ്രക്രിയ അവർ പൂർത്തിയാക്കി. ഭൂരിപക്ഷം ഹിന്ദു സംഘടനകളും പറഞ്ഞു ചുരിദാർ അംഗീകരിക്കാൻ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പോഴും യാഥാസ്ഥിതികർ എന്ത് ചെയ്തു, അവർ വേറൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് ജ്യോത്സ്യം വെച്ചു. ജ്യോത്സ്യം വെച്ചിട്ട് പറഞ്ഞു, ചുരിദാറിട്ട് കയറുന്നതിൽ ഗുരുവായൂരപ്പന് ശ്രീകൃഷ്ണന് വിരോധമില്ല, പക്ഷേ ഗുരുവായൂരിലെ ആനകൾക്കത് ഇഷ്ടമല്ല, ആനകൾ തിരിഞ്ഞടിക്കും. ആനയും ചുരിദാറും തമ്മിൽ എന്താ ബന്ധം? ജ്യോത്സ്യത്തിൽ അങ്ങനെ കാണുന്നു. എന്നുവെച്ചാൽ കുജൻ മൗഢ്യത്തിൽ നിൽക്കുന്നു, അതിനർത്ഥം ആനയാണ്, കുജൻ ആനയുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ ഒരു ശ്ലോകം അങ്ങോട്ട് തട്ടും, തോറ്റു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു.
ഇതോടെ എന്തായി, ആളുകൾക്ക് പേടിയായി. കാരണം ചുരിദാറിട്ട് ഗുരുവായൂർ കയറി കഴിഞ്ഞാൽ ആന കുത്തുന്നത് കൊട്ടാരക്കര വെച്ചായിരിക്കും. കൊട്ടാരക്കര തൊഴാൻ പോകുമ്പോഴാണ് അവിടുത്തെ ആനയെ കുത്തുന്നത്. ആനപ്പക എന്ന് പറഞ്ഞാൽ അങ്ങനെ എവിടെയെങ്കിലും വെച്ച് തീർക്കും. ഇത് പേടിയായി. ഈ സമയത്താണ് ഞാൻ എൻ്റെ ഭാര്യയും 2 പെൺമക്കളെയും കൊണ്ട് ഗുരുവായൂർ പോകുന്നത്. ഈ ജ്യോത്സ്യനും ഇങ്ങനെ നിൽക്കുന്നു, കമ്മിറ്റിയുടെ തീരുമാനം ചുരിദാറിടാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഞാൻ ഭാര്യയോട് നീ ചുരിദാറിട്ട് ചുമ്മാ ഏതായാലും ദേവസ്വം സമ്മതിച്ചു, ജ്യോത്സ്യൻ്റെ ഒന്നും നോക്കുകയൊന്നും വേണ്ട, ശരി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ പെൺകുട്ടികൾക്ക് 15, 17 വയസ്സാണ്. രാവിലെ അമ്പലത്തിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് റെഡിയായി കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ 2 മക്കളും പാവാടയും ബ്ലൗസുമായിട്ട് നിൽക്കുന്നു. അത് ശരി. പട്ട് പാവാടയും ബ്ലൗസും ഒക്കെ ആയിട്ട് അവിടെ ഒരു ഗൂഢാലോചന നടന്നു. കാരണം ഒരു ഇന്ത്യൻ വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം ജ്യോത്സ്യനെയും പേടിക്കണം, കമ്മിറ്റിയെയും പേടിക്കണം, ഗുരുവായൂരപ്പനെയും പേടിക്കണം, സ്വന്തം ഭർത്താവിനെയും പേടിക്കണം. ഇതിനൊരു നടുക്ക് ജീവിച്ചു പോകുന്നുണ്ട്. ആ വീട്ടമ്മ നോക്കിക്കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ആർക്കും കേടില്ല. 15, 16, 17 വയസ്സുള്ളവർക്ക് പാവാടയും ബ്ലൗസും ആകാമല്ലോ, കുഴപ്പമില്ല. അങ്ങനെ എൻ്റെ അപ്പം ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യും. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഇന്ത്യൻ വീട്ടമ്മ എങ്ങനെയാണ് കുടുംബം നടത്തിക്കൊണ്ട് പോകുന്നത്, പ്ലീസിങ് എവരിബഡി. ആനയ്ക്ക് സന്തോഷം, ഗുരുവായൂരപ്പന് സന്തോഷം, പിള്ളേർക്ക് സന്തോഷം, ഭർത്താവിന് സന്തോഷം, ജ്യോത്സ്യന് സന്തോഷം, ആർക്കും കുഴപ്പമില്ല. ഇനി എന്തെങ്കിലും ദുഃഖം ഉണ്ടെങ്കിൽ അയാളുടെ ഉള്ളിൽ അതിരിക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ മനുഷ്യരെ കഷ്ടപ്പെടുത്തരുത്. നമ്മൾ ഒരു രീതിയിലും അനങ്ങാൻ സമ്മതിക്കാത്ത രീതിയിൽ ആചാരമാണ് അവിടെ പോരുത് ഇവിടെ പോരുത്. ആചാരം മനുഷ്യനാണ് സൃഷ്ടിച്ചത്. ഈ ഭീഷ്മരാണല്ലോ ധർമ്മത്തിൻ്റെ ആചാരങ്ങൾ മാറ്റാനുള്ളതും കൂടിയാണ്. അതെ, ഭീഷ്മർ പറയുന്നത് ആചാര പ്രഭവോ ധർമ്മ ധർമ്മസ്യ പ്രഭുരച്യുത എന്നാണ്. വിഷ്ണു സഹസ്രനാമത്തിൻ്റെ തുടക്കത്തിൽ, അതായത് മഹാഭാരത യുദ്ധത്തിൽ ഭീഷ്മർ ശരശയിൽ കിടക്കുമ്പോൾ ധർമ്മപുത്രർ രഹസ്യമായിട്ട് ഭീഷ്മരെ കാണാൻ പോകുന്നു. കാരണം കാരണവർ പൊയ്ക്കളയും, അതിനു മുമ്പേ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒരുപാട് ചോദ്യങ്ങളുണ്ട്, പ്രത്യേകിച്ചും ധർമ്മ സംബന്ധിയായിട്ട്. യുധിഷ്ഠിരൻ പോകുന്നത് അറിഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ ശ്രീകൃഷ്ണനടക്കം നാരദൻ, ശിവൻ, പാർവതി, കാരണം ഭീഷ്മർ എന്താ പറയുന്നത് കേൾക്കാനായിട്ട് അവിടെ ഒളിച്ചു നിൽക്കുന്നു. അങ്ങനെ ഒരു സീൻ. അപ്പോൾ അതിൽ ഈ ആചാരത്തെപ്പറ്റി ഭീഷ്മരാണ് പറയുന്നത് ആചാര പ്രഭവോ ധർമ്മ. 2 അർത്ഥമാണ് ഇതിന്. ഒന്ന്, ധർമ്മത്തിൽ നിന്നാണ് ആചാരം പ്രവഹിക്കുന്നത്, വേണമെങ്കിൽ ആചാരത്തിൽ നിന്ന് ധർമ്മം പ്രവഹിക്കുന്നു എന്നും പറയാം. എന്താണെങ്കിലും ധർമ്മമാണ് അടിസ്ഥാനം. ധർമ്മസ പ്രഭുരച്യുത. അച്യുതൻ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണനല്ല, ച്യുതിയില്ലാത്തവൻ. ച്യുതിയില്ലാത്ത മനുഷ്യൻ അനുഷ്ഠിക്കുന്നത്, അതാണ് ധർമ്മം. അപ്പോൾ സംഭവം ക്ലിയറാണ്. ഇപ്പോൾ ഈ മൈൻഡ് വെച്ചിട്ട് ഈ പറഞ്ഞ ചുരിദാർ, ഷർട്ട്, ഇതിൽ നിന്നൊക്കെ ഇത് എടുത്തു മാറ്റണം എന്നൊക്കെ പറയുന്നതിൽ ധർമ്മമുണ്ട്. ധർമ്മം എന്ന് വെച്ചാൽ എന്താ, നമുക്കിപ്പോൾ ഭീഷ്മരൊന്നും ആവാൻ പറ്റില്ല. 4 പേര് കേട്ടാൽ നെറ്റി ചുളിയാത്ത പ്രവൃത്തി. ഞാൻ അങ്ങനെയാണ്, ഞാൻ എന്നെ പരമ്പരാഗതമായിട്ട് പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഒരു കാര്യം ചെയ്ത് അച്ഛൻ എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുമ്പോൾ ആരും എതിർക്കുന്നൊന്നും ഉണ്ടാവില്ല, പക്ഷെ അത് കേട്ട് കഴിയുമ്പോൾ വേണ്ടായിരുന്നു എന്നൊരു ഭാവം മുഖത്ത് വന്നാൽ അത് അധർമ്മമാണ്. പിന്നെ ഇത്രയേ ഉള്ളൂ. ബാക്കി കൂടുതൽ നമുക്ക് അതോറിറ്റി ആവാൻ പറ്റില്ല ധർമ്മത്തിൻ്റെ. അത് വളരെ ഗഹനമായൊരു കാര്യമാണ്. അപ്പോൾ പൊതുവെ സമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കാത്ത, കുഴപ്പമില്ലാതെ എല്ലാവർക്കും തൃപ്തികരമായ അങ്ങനത്തെ പ്രവൃത്തി ചെയ്യുക, അതാണ് മനുഷ്യന് ചെയ്യാവുന്ന ധർമാനുഷ്ഠാനം. ഈ സന്യാസി സംഗമത്തിലെ ഈ മേൽമുൺ വസ്ത്രത്തിൻ്റെ കാര്യം മാത്രമല്ല, മറ്റൊന്നുകൂടെ പറഞ്ഞു, തൂക്കത്തിൻ്റെ കാര്യം. ഈ സമീപകാലത്താണ് തൂക്കത്തിന് ഒരു കുട്ടിയെ ഉയർത്തിയപ്പോൾ ആ കുട്ടി താഴെ വിടത്. അതും വേണ്ട എന്നാണ് സന്യാസിമാരുടെ സഭ തീരുമാനിച്ചിരിക്കുന്നത്. അത് ഇതിൽ വാശി പിടിക്കുന്നവരുമുണ്ട്. ഇപ്പോൾ ഇളവൂരാണ് ഏറ്റവും വലിയ ഇത് നടന്നത്, ഇളവൂർ തൂക്കത്തിനെതിരെയുള്ള സമരം. അന്ന് രാഷ്ട്രീയ സ്വയംസേവക സംഘം നേരിട്ട് അതിൽ ഇടപെട്ടു. 2 കാര്യങ്ങളിലാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം നേരിട്ട് ഇടപെട്ടിരിക്കുന്നത്. ഒന്ന്, പാഞ്ഞാൾ അതിരാത്രത്തിൽ പശുവിനെ ശ്വാസം മുട്ടിച്ച് വപയെടുക്കുന്ന ചടങ്ങ് നടത്തിക്കില്ല എന്ന് പറഞ്ഞിട്ട്, അത് 70s. രണ്ടാമത്തത് ഈ ഇളവൂർ തൂക്കമായിരുന്നു. അന്ന് മാധവ്ജി എന്നറിയപ്പെടുന്ന പി മാധവൻ, അദ്ദേഹമാണ് നേതൃത്വം കൊടുത്തത്. 2ഉം RSS പറയുന്നിടത്ത് കൊണ്ടുപോയി കെട്ടുകയും ചെയ്തു. ബട്ട് ഇളവൂർ തൂക്കം ഒരു സിമ്പിളായിരുന്നു. ആ മെസ്സേജ് എല്ലാവരും സ്വീകരിച്ചൊന്നുമില്ല. ഇളവൂരിൽ അത് സക്സസ്സായി, പക്ഷേ മറ്റ് ക്ഷേത്രങ്ങളിൽ RSS ഇടപെട്ടുമില്ല, മറ്റുള്ളവർ അത് അനുകരിക്കാനും പോയില്ല. കുറച്ചൊരു ഇഫക്റ്റൊക്കെ ഉണ്ടായിരുന്നുള്ളൂ.
സമൂഹം വളരെ പതുക്കെ മാറുള്ളൂ. എല്ലാ സ്ഥലത്തും നമ്മൾ ബലപ്രയോഗത്തിലൂടെയൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. ഇപ്പോൾ അത് കേരളത്തിൽ കുറവാണ്, തമിഴ്നാട്ടിൽ വളരെ കൂടുതലാണ്. കേരളത്തിലുണ്ട്, ഉണ്ട്. പക്ഷേ തമിഴ്നാട്ടിലുള്ളതിൻ്റെ 10% പോലും കേരളത്തിൽ. തമിഴ്നാട്ടിൽ ഭീകരമാണ്. എത്ര കൊളുത്തുകളിട്ട് ആൾക്കാർ തൂക്കുന്നത് ഭീകരമാണ്. ഒരു കാലത്തത് ശരിയായിരുന്നിരിക്കാം. ഇതിനു വേണ്ടി പ്രത്യേകം തൊലി റെഡിയാക്കിയൊക്കെ എടുത്തിട്ടൊക്കെയാണ് ഈ തൂക്കം നടത്തുന്നത്. അല്ലാതെ വെറുതെ ഇരിക്കുന്നൊരു മനുഷ്യനെ തൂക്കിയാൽ ആൾ ചത്തുപോകും. ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകം തിരുമ്മി തൊലി ലൂസാക്കി അവിടെ ലൂസാക്കി കൊളുത്ത് കയറ്റേണ്ടതെല്ലാം ലൂസാക്കിയിട്ട് പ്രൊഫഷണൽസാണ് ഈ തൂങ്ങുന്നത്. വെറുതെ സുനിൽ പോയി തൂങ്ങിക്കഴിഞ്ഞാൽ ചത്തുപോകും, ഉറപ്പാണ്. അവർ അങ്ങനെ തൂങ്ങുന്നവർ ഇപ്പോൾ കുട്ടികളെ എടുത്ത് ഉയർത്തുന്ന ചടങ്ങുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അയാളുടെ കയ്യിൽ നിന്ന് കുട്ടി വീണ് പോവുക. ആ അപകടം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് അത് ദുരാചാരമാണെന്ന് ഞാൻ പറയില്ല. ബട്ട് മനുഷ്യനെ വേദനിപ്പിച്ച് അല്ലെങ്കിൽ ഇതുപോലെ ഒരു സന്നിഗ്ധാവസ്ഥയിലാക്കി ശരീരത്തെ മുറിവേൽപ്പിക്കുന്ന ജാതി ചടങ്ങുകളുണ്ടല്ലോ, അത് പ്രോഗ്രസീവ്ലി അത് കുറച്ച് കൊണ്ടുവരണം. ഒരു ടൈപ്പ് ഓഫ് ഡിവോഷനാണ്, ഇല്ലെന്ന് ഞാൻ പറയണില്ല. മനുഷ്യൻ ഈ വല്ലാതെ സങ്കടം വരുമ്പോൾ നെഞ്ചത്തടിക്കുന്നത് എന്തുകൊണ്ടാണ്? നെഞ്ചത്തടിക്കുന്നത് അവനവനെ ശിക്ഷിക്കുന്ന പോലെയാണ്. ഞാൻ നിസ്സഹായനാണ്, വേറെ ആരെയും എനിക്ക് ഒന്നും ചെയ്യാനില്ല, അതുകൊണ്ട് ഞാൻ തന്നെത്താൻ ആത്മപീഡനമാണ്. അതെ, ആത്മപീഡനമാണ്. ആരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യാൻ, അപ്പോൾ നെഞ്ചത്തടിക്കും. അതുപോലെ ദേഷ്യം വന്നു, നിരാശനായി നിസ്സഹായനായി കഴിയുമ്പോൾ തലയിട്ടടിക്കും ഭിത്തിയിൽ, സ്വയം വേദനിപ്പിക്കുകയാണ്. അപ്പോൾ അതൊരു ഡിവോഷൻ ടു ദ ഗോഡ് കാണിക്കാൻ അൾട്ടിമേറ്റായിട്ട് ഈ വ്യക്തിയുടെ കയ്യിലുള്ളത് എൻ്റെ ശരീരത്തെ ഞാൻ തന്നെ വേദനിപ്പിക്കുന്നു, ആ വേദനയിൽ നിന്ന് ദൈവം പ്രസാദിക്കുന്നു. ഇത് ക്രിസ്ത്യാനികൾക്കുണ്ട്. ഈ കൂ ക്ലക്സ് ക്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അമേരിക്കയിൽ അവർ തുടയിൽ ഒരുതരം സ്പ്രിങ് ഘടിപ്പിച്ച സൂചികൾ അതിങ്ങനെ തുടയിൽ കുത്തിക്കയറി രാത്രി മുഴുവൻ ആ വേദന സഹിച്ച് കിടക്കുന്നവർ പകലതെടുത്ത് മാറ്റിയിട്ട് ജോലിക്കൊക്കെ പോകും. രാത്രി മുഴുവൻ അത് സെൽഫ് മുസ്ലിങ്ങൾക്കുണ്ട്. മൊഹറത്തിന് തന്നെത്താനെ അടിച്ച് വേദനിപ്പിക്കുക, പുറത്തൊക്കെ അടിച്ച് നാശം ഉത്തർപ്രദേശിലൊക്കെയുണ്ട് ഈ ഷിയ മുസ്ലിങ്ങളുടെ ഇടയ്ക്ക്. അപ്പോൾ ഇത് മനുഷ്യരാശി ഉള്ളിടം മുതലുള്ളതാണ്. അവനവനെ വേദനിപ്പിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുക, അതൊരു ഹയർ ലെവലിലേക്ക് കൊണ്ടുവരണ്ടേ. ഈ ദൗത്യം നിർവഹിച്ച മനുഷ്യൻ നാരായണ ഗുരുവാണ്. എങ്ങനെയാണ് കേരളം നാരായണ ഗുരുവിനെ മറന്നു കളയുന്നത് എനിക്ക് മനസ്സിലാവണില്ല. എന്നാൽ തൊട്ടതിനും പിടിച്ചതിനൊക്കെ നാരായണ ഗുരു എന്ന് പറയും. നാരായണ ഗുരുവിന് പല്ല് തേയ്ക്കാനായിട്ട് മുടി ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കും. മാർക്സിസ്റ്റ് പാർട്ടിക്കും മതേതരത്വം പറയാൻ ഗുരുവിനെ വേണം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ജാതിഭേദം, മതദ്വേഷം, ഈ രണ്ട് കാര്യമൊന്നും അല്ല നാരായണ ഗുരു പറഞ്ഞിരിക്കുന്നത്. ഇത് പറഞ്ഞു പോയ വഴിക്ക് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ മാത്രമാണ്. നാരായണ ഗുരുവിൻ്റെ സംഭാവനകൾ അതിലും വളരെ വലുതാണ്. ഹിന്ദു സമുദായത്തെ റിഫോം ചെയ്യുന്നതിൽ, ആ റിഫോം ചെയ്യുന്നതിനുള്ള ന്യായവും ഗുരു പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഇന്നത് ചെയ്തുകൂടാ എന്ന് പറയുന്നത് അതില്ലാത്തതാണ്, ഉള്ളതാണ്, പക്ഷേ അത് ചെയ്യരുതാത്തതാണ്. അതാണ് ഞാൻ ഈ പ്രേതത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. നാരായണ ഗുരു പറഞ്ഞു അതുണ്ട്, പക്ഷേ അതിന് പിന്നാലെ പോകരുത്. നീ പോകേണ്ടത് ശിവൻ്റെയും സുബ്രഹ്മണ്യൻ്റെയും ശാരദയുടെയും പിന്നാലെയാണ്, അല്ലാതെ മാടൻ്റെയും മറുതയുടെയും പിന്നാലെയല്ല. ഇപ്പോൾ ഈ ഇതിനെയൊക്കെ എതിർക്കുന്ന ആൾക്കാരുടെ ന്യായം എന്താണെന്ന് വെച്ചാൽ ഇത് ഡൈവേഴ്സിറ്റിയാണ് ഹിന്ദു സമാജത്തിലെ. ആ ഡൈവേഴ്സിറ്റി എന്തുകൊണ്ട് പാടില്ല എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത ആളാണ് ഗുരു. നിങ്ങൾ ഈ കാണുന്ന ഡൈവേഴ്സിറ്റി അല്ല, തെറ്റും ശരിയും ഡൈവേഴ്സിറ്റി അല്ലേ, അതുകൊണ്ട് തെറ്റാചരിച്ചാൽ എന്താ എന്ന് ചോദിക്കുന്ന ആ ചോദ്യത്തിൻ്റെ അർത്ഥശൂന്യതയുണ്ടല്ലോ. തെറ്റും ശരിയും ഡൈവേഴ്സിറ്റിയാണ്, വ്യത്യസ്തമാണ്. പക്ഷേ അതിൽ തെറ്റ് ചെയ്യാൻ പാടില്ല, ശരിയേ ചെയ്യാൻ പാടുള്ളൂ. തെറ്റില്ലേ, ഉണ്ട്. നാരായണ ഗുരു അക്സെപ്റ്റ് ചെയ്യുന്നു, അത് തെറ്റായ വഴിയുണ്ട്, തെറ്റായ വഴിയില്ല, ശരിയായ വഴിയേ ഉള്ളൂ എന്നൊക്കെ പറയും. തെറ്റുണ്ട്, അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഈ ജാതി കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചത് നാരായണ ഗുരുവാണ്. നാരായണ ഗുരുവാണ് അമ്പലത്തോട് ചേർന്ന് പള്ളിക്കൂടം വേണം, പൂന്തോട്ടം വേണം, ജനങ്ങൾക്ക് ശുദ്ധവായു ശ്വസിക്കാനുള്ള സൗകര്യം വേണം, ഇതെല്ലാം പറഞ്ഞത് നാരായണ ഗുരുവാണ്. ഇന്ന് കേരളത്തിൽ തിരക്ക് പിടിച്ച നഗരങ്ങളിലുള്ള അമ്പലങ്ങൾ വിടുക, അല്ലെങ്കിൽ അമ്പലത്തിന് ചുറ്റും നഗരമായിപ്പോയ സ്ഥലങ്ങൾ, അതല്ലാതെയുള്ള ഗ്രാമപ്രദേശത്തൊക്കെ സുനിൽ നോക്കിയോ എവിടെയെങ്കിലുമൊക്കെ ചെത്തി, ചെമ്പരത്തി, മന്ദാരം, അത് ഇതൊക്കെ നിൽപ്പുണ്ടാകും. പൂന്തോട്ടം ഇല്ലെങ്കിലും, പൂന്തോട്ടമായിട്ടില്ലെങ്കിലും ഈ ജാതി മരങ്ങളൊക്കെ നിൽപ്പുണ്ടാകും.
ഇതാരാ ചെയ്തത്? അവിടെ പൂജാരി നമ്പൂതിരി ആയിരിക്കും, സകല കാര്യങ്ങളും ബ്രാഹ്മണ മേധാവിത്വം ഹെജിമണി ഒക്കെ ഉണ്ടാവും അവിടെ. പക്ഷേ ഈ സാധനം പുറത്തുണ്ടാവും. അതാണ് നാരായണ ഗുരുവിൻ്റെ എഫക്റ്റ്. പറഞ്ഞ ഒരു കാര്യമെങ്കിലും സമാജത്തെ കൊണ്ട് അനുസരിപ്പിക്കാൻ നാരായണ ഗുരുവിന് കഴിഞ്ഞു. നാരായണ ഗുരുവിനെ എടുത്ത് പരത്ത് വെച്ചിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുക, മാടൻ കോഴി വെട്ടണം, നാളെ നരബലിയെ അംഗീകരിക്കും ഇത്തരം ആൾക്കാർ. ഇതൊന്നും ചെയ്തുകൂടാത്തതാണ്. അതുകൊണ്ട് സന്യാസിമാരത് പറഞ്ഞെങ്കിൽ വേറൊരു വാദം കൂടെ ഞാൻ കേട്ടു. സന്യാസിമാർ ക്ഷേത്രത്തിനുള്ളിൽ കയറാറില്ല. അപ്പോൾ പിന്നെ അവരെന്തിനാണ് ഇതിനകത്ത് ഇടപെടുന്നത്? ക്ഷേത്രത്തിനുള്ളിൽ ഷർട്ട് ഇട്ടാലെന്താ ഇട്ടില്ലെങ്കിൽ എന്താ, നിങ്ങൾക്ക് ജൂറിസ്ഡിക്ഷൻ ഇല്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഈ പറഞ്ഞു തുടങ്ങുന്നത് എന്താണെന്നറിയാമോ? വാസ്തവത്തിൽ പറയുന്നത് നാരായണ ഗുരുവാരാ, അങ്ങനെയൊക്കെ എന്ത് കാര്യം? ഈ ചോദ്യം ഭംഗന്തരാണ് വളച്ചു കെട്ടി ചോദിക്കുകയാണ്. ഇതാണ് പ്രശ്നം. ഞാൻ പറയുന്നത് ഹിന്ദുക്കൾ മറ്റെല്ലാം മാറ്റി വെച്ചിട്ട് നാരായണ ഗുരുവിനെ മാത്രം ആശ്രയിച്ചാൽ മതി. ഇത്രയധികം ലോജിക്കലായിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത വേറൊരു മനുഷ്യനില്ല. ശങ്കരനെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് സംസ്കൃതമൊക്കെ പഠിച്ചിട്ട് ഒരുപാട് പ്രയാസമാണ്. നാരായണ ഗുരു അത് വളരെ ലളിതമാക്കി. സച്ചിദാനന്ദ സ്വാമി കഴിഞ്ഞ ഒരു യോഗത്തിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ശങ്കരനും നാരായണനും പറഞ്ഞത് സെയിം ആണെന്ന് പറഞ്ഞു. സച്ചിദാനന്ദ സ്വാമി പറഞ്ഞു, മോഹൻദാസ് പറഞ്ഞത് ശരിയാണ്. ആകെ ഒരു വ്യത്യാസം, ഈ അദ്വൈത സിദ്ധാന്തം ജനകീയമാക്കിയത് നാരായണ ഗുരുവാണ്. അതെ, ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ. ശങ്കരൻ വലിയ പ്രകാശഗോപുരമായിട്ട് നിൽക്കുന്നു, അടുക്കാൻ പറ്റുന്നില്ല. നാരായണ ഗുരു അത് വളരെ ലളിതമായിട്ട് പാൽപ്പായസം പോലെ എല്ലാവർക്കും ഒന്ന് വിതരണം ചെയ്തു. ഇതാണ് വ്യത്യാസം എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ ഈ സന്യാസിമാർ പറഞ്ഞത് അബദ്ധം, ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന അബദ്ധം. ഞാൻ രഹസ്യമായിട്ട് ഒരാളെന്നോട് വന്ന് ചോദിച്ചു, അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം, അതിന് പ്രസംഗിക്കാൻ ഞാൻ പോയി. അപ്പോൾ എനിക്കൊരു ചായയൊക്കെ തന്ന അവിടെ കറക്റ്റിന് പുറകിൽ ഇരുത്തി. അപ്പോൾ ഒരാൾ വന്ന് ചോദിച്ചു, സാർ, അമ്പലത്തിലെ ഷർട്ട് ഊരുന്ന സമ്പ്രദായം മാറ്റണമെന്ന് പറഞ്ഞ് എനിക്ക് ഹൈക്കോടതി പോകണമെന്നുണ്ട്, പോകാമോ? ഞാൻ പറഞ്ഞു, പോകാം, അതിനെന്താ, ആർക്കും ഹൈക്കോടതി പോകാം. അതിൻ്റെ അനന്തരഫലം അനുഭവിക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. കാരണം സമൂഹം ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും. പഴയ കാലമല്ല, യാഥാസ്ഥികരുടെ എണ്ണം കൂടിക്കൂടി വന്നിരിക്കുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ പ്രയാസം ഇതാണ്, എൻ്റെ മകൻ അമ്പലത്തിൽ പോകുന്നില്ല. ഞാൻ അവനോട് പറഞ്ഞപ്പോൾ ഒരു ദിവസം പറയാം, അച്ഛാ എനിക്കത് പറ്റില്ല, രാവിലെ ബൈക്കിലാണ് എൻ്റെ പോക്ക്, ബൈക്ക് അമ്പലത്തിന് മുമ്പിൽ നിർത്തണം, എന്നിട്ട് ഞാൻ ഷർട്ട് അഴിക്കണം, ബനിയൻ അഴിക്കണം, പാൻറ്റ് മാറ്റി മുണ്ടുടുക്കണം, എന്നിട്ട് അമ്പലത്തിൽ കയറി തിരിച്ചു വന്നിട്ട് ഈ പാൻറ്റ്, ഇതിനൊക്കെ സ്ഥലം എവിടെ? പരസ്യമായിട്ട് പാൻറ്റ് മാറ്റി മുണ്ടെടുക്കുക, മുണ്ട് മാറ്റി പാൻറ്റ് ഇടും, പിന്നെ ഇതെല്ലാം കൂടെ ഊരണം, തിരിച്ചിടണം, അതൊന്നും നടക്കില്ല. അതുകൊണ്ട് ഞാനൊരു സ്ഥലം അടിച്ചിട്ട് ഞാൻ ബൈക്ക് എടുത്തിട്ട് അങ്ങ് പോകും. ഇവൻ പറയുന്നത് ശരിയല്ലേ എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഹൈക്കോടതിയിൽ പോകാൻ ഞാൻ പറഞ്ഞു. അവൻ പറയുന്നത് ശരിയാണ്, നിങ്ങൾ ഹൈക്കോടതിയിൽ പോകുന്നത് ന്യായമാണ്. പക്ഷേ ഹൈക്കോടതിയിൽ പോയി അനുകൂല വിധിയും വാങ്ങിച്ച് നിങ്ങൾ ഷർട്ടോടുകൂടി അമ്പലത്തിൽ കയറാൻ ചെല്ലുമ്പോൾ നിങ്ങൾ ആരെങ്കിലും തല്ലിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതിനുള്ള ആളെ കൂടെ സംഘടിപ്പിച്ചിട്ട് ഹൈക്കോടതി പൊക്കുവന്നു. ആ അവസ്ഥയാണിപ്പോൾ. ഏതായാലും എൻ്റെ ആഗ്രഹം ശബരിമലയിൽ തൊടുന്നത് പോലെ ഗുരുവായൂരപ്പനെയും ഷർട്ടിട്ട് തൊടണമെന്നാണ്. ഇതിൽ വേറൊരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഞാൻ ഷർട്ട് ഊരി അമ്പലത്തിൽ കയറാറില്ല. ഒരമ്പലത്തിലും ഞാൻ ഷർട്ട് ഊരി കയറാറില്ല. ഷർട്ട് ഊരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമസ്കാരം, അവിടെ നിന്ന് ചെയ്യും. ഇത് ഈ കേരളത്തിലും തമിഴ്നാട്ടിലും പണ്ട് കേരളത്തോട് അടുത്ത് കിടന്ന കുറച്ച് സ്ഥലങ്ങളിലും ഏകദേശം തിരുനെൽവേലി വരെയൊക്കെയുള്ള പരിപാടിയാണ്. തമിഴ്നാട്ടിൽ അങ്ങനെയില്ല, ഷർട്ടിട്ട് കയറാം. ഉണ്ട് ഉണ്ട് ഉണ്ട്. ഞാൻ കയറിയിട്ടുള്ള ക്ഷേത്രങ്ങൾ തിരുനെൽവേലിയിൽ കയറാൻ പാടില്ല. 2-3 ക്ഷേത്രം കേരളത്തിൻ്റെ ഒരു വാങ്ങൽ തമിഴ്നാട്ടിലുണ്ടല്ലോ, അതിൽപ്പെട്ട ചില ക്ഷേത്രങ്ങളിൽ ഇപ്പോഴും ഷർട്ടിട്ട് കയറാൻ പാടില്ല. ഞാൻ കയറാറുമില്ല. എനിക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേറൊരാളുടെ വേർത്ത ശരീരം എൻ്റെ ശരീരത്തിൽ എനിക്ക് അവിടുത്തെ തൊലി അങ്ങ് ചെത്തിക്കളയാൻ തോന്നും. ആ രീതിയിൽ ഇറിറ്റേറ്റ് ആകും. അതുകൊണ്ട് ചെയ്യാം. ഏതായാലും ചില ആചാരങ്ങൾ മാറ്റാനുള്ളത് കൂടിയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ വർത്തമാനം അവസാനിപ്പിക്കാം. യെസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.